കറണ്ട് ബില്ല് കൂടിയതിൻ്റെ പേരിൽ സോളാർ വാങ്ങാൻ പോവുകയാണോ? എങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണും. എന്നിട്ട് തീരുമാനിക്കൂ സോളാർ വെക്കണോ അതോ വേണ്ടയോ എന്ന്. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് വെറും ഒരു സോളാറിനെ കുറിച്ചല്ല. 2026 നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ മാറ്റങ്ങളെക്കുറിച്ചാണ്. മാർക്കറ്റിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന പുതിയ തരം പാനലുകൾ ഏതൊക്കെയാണെന്ന് നമുക്കിന്ന് നോക്കാം. മുന്നേ ഉണ്ടായിരുന്ന പാനലുകളെ അപേക്ഷിച്ച് 30% കൂടുതൽ പ്രൊഡക്ഷൻ നൽകുന്നതാണ് ഇപ്പോൾ ബൈഫേഷ്യൽ അതുപോലെ തന്നെ ടോപ്പ് കോൺ പാനലുകൾ. മുകളിൽ നിന്ന് മാത്രമല്ല റൂഫിൽ നിന്ന് പ്രതിഫലിക്കുന്ന വെളിച്ചം ഉപയോഗിച്ച് അടിഭാഗത്ത് നിന്നും പ്രൊഡക്ഷൻ കിട്ടുന്ന അല്ലെങ്കിൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന പാനലുകളാണ് ബൈഫേഷ്യൽ പാനലുകൾ. അദാനി, വാരി, പ്രീമിയർ തുടങ്ങിയ വിവിധ തരം കമ്പനികളുടെ ബൈഫേഷ്യൽ ടോപ്പ് കോൺ പാനലുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. പാനലുകളുടെ മുകളിലുള്ള ലേബൽ നോക്കി നമുക്ക് ഏത് കമ്പനിയുടെ പാനലാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. കുറഞ്ഞ സ്ഥലത്ത് നിന്നും കൂടുതൽ പ്രൊഡക്ഷൻ നൽകുവാൻ വേണ്ടി ടോപ്പ് കോൺ ബൈഫേഷ്യൽ പാനലുകൾ ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള കറണ്ട് ബില്ല് അനുസരിച്ചാണ് നമ്മൾ എത്ര കിലോ വാട്ട്സിൻ്റെ പാനലുകളാണ് വെക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. 3 കിലോ വാട്ട്, 5 കിലോ വാട്ട് അതിനു മുകളിലുമായി പാനലുകൾ നമുക്ക് സ്ഥാപിക്കാവുന്നതാണ്. 3 കിലോ വാട്ട് അല്ലെങ്കിൽ 5 കിലോ വാട്ട് പ്ലാന്റുകളാണ് നമ്മൾ വീടിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത് എങ്കിൽ നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡി തുകയായ 78,000 രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും. ബാങ്ക് ലോണുകൾ വേണമെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്നും നമുക്ക് ഈടില്ലാതെ തന്നെ ലോണും കിട്ടുന്നതാണ്. 10 വർഷം കാലാവധിയിൽ കുറഞ്ഞ പലിശ നിരക്കിൽ നമുക്ക് നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും ലോണുകൾ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി ലഭ്യമാകുന്നതാണ്.